എല്ലാവർക്കും നമസ്കാരം. പുനരുത്ഥാനം ചെയ്ത യേശു ക്രിസ്തുവിൻ നാമത്തിലുള്ള സ്നേഹവന്ദനം. യേശുവിൻ്റെ പുനരുത്ഥാനത്തിന് ശേഷം യേശു പ്രത്യക്ഷപ്പെട്ട സ്ഥലങ്ങൾ, സാക്ഷികൾ, സമയം എന്നിവയെക്കുറിച്ചുള്ള സുവിശേഷ വിവരണങ്ങൾ പരസ്പര വിരുദ്ധമാണെന്ന് ചിലർ വാദിക്കുന്നുണ്ട്. ഇതിനൊന്നും കൃത്യമായ വിവരണമില്ല എന്ന് പറഞ്ഞു പരത്തുന്നവരുണ്ട്. ബൈബിളിൽ 1 പത്രോസ് 3:15 നിങ്ങളിലുള്ള പ്രത്യാശയെക്കുറിച്ച് ന്യായം ചോദിക്കുന്ന ഏവനോടും സൗമ്യതയും ഭയഭക്തിയും കൊണ്ട് പ്രതിവാദം പറവാൻ എപ്പോഴും ഒരുങ്ങിയിരിപ്പീൻ എന്ന് പറയുന്നുണ്ട്. ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട യേശുവിൻ്റെ പുനരുത്ഥാന സംഭവങ്ങളുടെ നിർദ്ദിഷ്ട സമയക്രമമാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. അപ്പോൾ യേശു കൃത്യമായി എവിടെയാണ് പ്രത്യക്ഷപ്പെട്ടത്? ആർക്ക് പ്രത്യക്ഷപ്പെട്ടു? എന്നാൽ 11 ശിഷ്യന്മാർ ഗലീലയിൽ യേശു അവരോട് കൽപ്പിച്ചിരുന്ന മനയ്ക്ക് പോയി എന്ന് മത്തായി സുവിശേഷം 28-16 പറയുന്നു. മലയ്ക്ക് എന്ന പ്രയോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ ബൈബിളിൻ്റെ ആന്തരിക സ്ഥിരതയെ ചിലർ ചോദ്യം ചെയ്യുന്നുണ്ട്. ഗലീലയിലെ ഒരു മലയിലാണോ യേശു പ്രത്യക്ഷപ്പെട്ടത്? അതോ ജെറൂസലേമിൽ അടഞ്ഞ വാതിലുകൾക്ക് പിന്നിലാണോ യേശു 11 പേർക്ക് പ്രത്യക്ഷപ്പെട്ടത്? മത്തായി സുവിശേഷത്തിലെ ഈ വിവരണം മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ എന്നിവരുടേതിന് വിരുദ്ധമാണോ? മർക്കോസ് സുവിശേഷം 16-14 പിന്നത്തേതിൽ 11 പേർ ഭക്ഷണത്തിനിരിക്കുമ്പോൾ അവൻ അവർക്ക് പ്രത്യക്ഷനായി. ലൂക്കോസ് സുവിശേഷം 24-33-37 വരെയുള്ള വാക്യങ്ങളിൽ ആ നാഴികയിൽ തന്നെ അവർ എഴുന്നേറ്റ് യെരൂശലേമിലേക്ക് മടങ്ങിപ്പോയി. കർത്താവ് വാസ്തവമായി ഉയർത്തെഴുന്നേറ്റു, ശിമോന് പ്രത്യക്ഷനായി എന്ന് കൂടിയിരുന്നു പറയുന്ന 11 പേരെയും കൂടെയുള്ളവരെയും കണ്ടു. വഴിയിൽ സംഭവിച്ചതും അവൻ അപ്പം നുറുക്കുകയിൽ തങ്ങൾക്ക് അറിയായി വന്നതും അവർ വിവരിച്ചു പറഞ്ഞു. ഇങ്ങനെ അവർ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവൻ അവരുടെ നടുവിൽ നിന്നു, നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞു. അവർ ഞെട്ടി ഭയപ്പെട്ടു. ഒരു ഭൂതത്തെ കാണുന്നു എന്ന് അവർക്ക് തോന്നി. യോഹന്നാൻ സുവിശേഷം 20-19 ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാൾ ആയ ആ ദിവസം നേരം വൈകിയപ്പോൾ ശിഷ്യന്മാർ ഇരുന്ന സ്ഥലത്ത് യഹൂദന്മാരെ പേടിച്ച് വാതിലടച്ചിരിക്കെ യേശു വന്ന് നടുവിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് സമാധാനം എന്ന് അവരോട് പറഞ്ഞു. യേശു തൻ്റെ ശിഷ്യർക്ക് നിരവധി തവണ പ്രത്യക്ഷപ്പെട്ടു. അവയിൽ 10-ൽ കുറയാതെ എണ്ണം തിരുവെഴുത്തുകളിൽ രേഖപ്പെടുത്തിയിട്ടു. അവൻ കഷ്ടമനുഭവിച്ച ശേഷം 40 നാളോളം അവർക്ക് പ്രത്യക്ഷനായി ദൈവരാജ്യം സംബന്ധിച്ച കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് താൻ ജീവിച്ചിരിക്കുന്നു എന്ന് അനേകം ദൃഷ്ടാന്തങ്ങളാൽ അവർക്ക് കാണിച്ചു കൊടുത്തു. അപ്പോസ്തല പ്രവർത്തികൾ 1-ാം അധ്യായം 9-12 വരെയുള്ള വാക്യങ്ങളും ശ്രദ്ധേയമാണ്. പ്രസ്തുത വാക്യങ്ങൾ ക്രമപ്പെടുത്തുന്നതിന് അവ എപ്പോൾ, എവിടെയാണ് സംഭവിച്ചത്, ആരാണ് അവയ്ക്ക് സാക്ഷ്യം വഹിച്ചത് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ചില കാര്യങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട്. 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിൽ പൗലോസ് അപ്പോസ്തലൻ ഒരു പ്രധാനപ്പെട്ട പ്രസ്താവന ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് സുവിശേഷങ്ങളിലും അപ്പോസ്തല പ്രവൃത്തികളിലും രേഖപ്പെടുത്തിയിട്ടില്ലാത്ത സംഭവങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ ആകുന്നു. ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തുകളിൻ പ്രകാരം മരിച്ചു, അടക്കപ്പെട്ടു, തിരുവെഴുത്തുകളിൻ പ്രകാരം 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു, കേഫാവിനും പിന്നെ 11 പ്രത്യക്ഷനായി എന്നിങ്ങനെ ഞാൻ ഗ്രഹിച്ചത് തന്നെ നിങ്ങൾക്ക് ആദ്യമായി ഏൽപ്പിച്ചു തന്നുവല്ലോ. അനന്തരം അവൻ 500-ലധികം സഹോദരന്മാർക്ക് ഒരുമിച്ച് പ്രത്യക്ഷനായി. അവർ മിക്ക പേരും ഇന്നുവരെ ജീവനോടിരിക്കുന്നു, ചിലരോ നിദ്ര പ്രാപിച്ചിരിക്കുന്നു. അനന്തരം അവൻ യാക്കോബിനും പിന്നെ അപ്പോസ്തലന്മാർക്ക് എല്ലാവർക്കും പ്രത്യക്ഷനായി എന്ന് 1 കൊരിന്ത്യർ 15-3-7 വരെയുള്ള വാക്യങ്ങളിൽ സാക്ഷ്യപ്പെടുത്തുന്നു. ആ പ്രത്യക്ഷപ്പെടലുകളിൽ പത്രോസിനും 12 പേരെ സന്ദർശിക്കുന്നതും തുടർന്ന് 500-ലധികം ആളുകളെയും ഒരേ സമയം സന്ദർശിക്കുന്നത് ഉൾപ്പെടുന്നു എന്ന് നമുക്കറിയാം. പൗലോസ് അപ്പോസ്തലൻ തൻ്റെ കത്ത് എഴുതുന്ന സമയത്തും അവരിൽ ഭൂരിഭാഗവും ദൃക്സാക്ഷികളായിരുന്നു. യൂദാസ് തൂങ്ങി മരിച്ചിട്ടും പൗലോസ് അപ്പോസ്തലൻ 12 പേരെ പരാമർശിച്ചത് തെറ്റാണ് എന്ന് ചിലർ ചൂണ്ടിക്കാണിച്ചേക്കാം. പൗലോസ് അപ്പോസ്തലൻ ഈ കത്ത് എഴുതിയ സമയത്ത് മത്തിയാസ് 12-ാമനായി പ്രവർത്തിച്ചു തുടങ്ങിയിരുന്നു. യേശു കർത്താവിൻ്റെ സ്നാനത്തിൻ്റെ സമയം മുതൽ അവൻ ആരോഹണം ചെയ്ത ദിവസം വരെ തങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന ഒരു പുരുഷനെയാണ് പകരക്കാരൻ എന്ന് 11 പേർ സമ്മതിച്ചത് ശ്രദ്ധേയമാണ്. വാസ്തവത്തിൽ മത്തിയാസ് എന്ന പുതിയ അപ്പോസ്തലൻ യേശുവിൻ്റെ പുനരുത്ഥാനത്തിന് സാക്ഷ്യം വഹിച്ചിരിക്കണം എന്നായിരുന്നു ഈ നിയമനത്തിൻ്റെ പ്രധാന ഉദ്ദേശങ്ങളിലൊന്ന്.
അതുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ തൻ്റെ ലേഖനങ്ങൾ എഴുതുമ്പോഴേക്കും മത്തിയാസ് 11 പേരോടൊപ്പം ചേർന്നിരുന്നു. അതിനാൽ ഈ ഗ്രൂപ്പിനെ 12 എന്ന് പരാമർശിക്കുന്നത് തികച്ചും കൃത്യമാണ്. തിരഞ്ഞെടുത്ത അപ്പോസ്തലന്മാരെ കൂടാതെ യേശുവിന് അനേകം ശിഷ്യന്മാർ ഉണ്ടായിരുന്നു എന്നതിൻ്റെ ഓർമ്മപ്പെടുത്തലാണ് ഈ രംഗം. സ്ത്രീകളുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള 4 സുവിശേഷ വിവരണങ്ങളും യോജിപ്പിക്കുന്നതിന് നമ്മൾ ആദ്യം ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് ഉയർപ്പ് ദിനത്തിലെ ആദ്യ സംഭവങ്ങളിൽ നിന്നാണ്. മത്തായി 28, മർക്കോസ് 16, ലൂക്കോസ് 24, യോഹന്നാൻ 20 എന്നീ 4 അധ്യായങ്ങളിലും ഓരോന്നും മഗ്ദലന മറിയം ഉൾപ്പെടെയുള്ള സ്ത്രീകളുടെ കല്ലറയിലേക്കുള്ള വരവോടെ ആരംഭിക്കുന്നു. കല്ല് ഉരുട്ടിമാറ്റിയ നിലയിൽ അവർ അത് ശൂന്യമായി കാണുന്നു. കല്ലറയിലുള്ള ആദ്യത്തെ സന്ദർശനത്തിന് ശേഷം മഗ്ദലന മറിയം മറ്റ് സ്ത്രീകളിൽ നിന്ന് വേർപിരിഞ്ഞതായി നമുക്ക് മനസ്സിലാക്കാം. ഒരുപക്ഷെ പത്രോസിനെയും യോഹന്നാനെയും കണ്ടെത്താൻ മഗ്ദലന മറിയം തിടുക്കപ്പെട്ടതായി തോന്നുന്നു. മറ്റ് 9 ശിഷ്യന്മാരും അന്ന് രാവിലെ പത്രോസിനോടും യോഹന്നാനോടും ഒപ്പം ഉണ്ടായിരുന്നില്ല. യോഹന്നാൻ 20-ന്റെ 1-2 വാക്യങ്ങളിൽ കർത്താവിൻ്റെ ശരീരം കാണാനില്ല എന്ന് മഗ്ദലന മറിയം പത്രോസിനോടും യേശുവിൻ്റെ പ്രിയനായ മറ്റേ ശിഷ്യനോടും പറഞ്ഞതായി രേഖപ്പെടുത്തിയിരിക്കുന്നു. പത്രോസും യോഹന്നാനും ശൂന്യമായ കല്ലറ കണ്ടു പോയതിന് ശേഷം മഗ്ദലന മറിയം കരഞ്ഞുകൊണ്ട് അവിടെ നിന്നു. കല്ലറയിൽ മാലാഖമാരെ കണ്ടു. കാണാതായ ശരീരത്തെക്കുറിച്ച് ചോദിച്ചു. തുടർന്ന് ഉയർത്തെഴുന്നേറ്റ യേശുവിനോട് തന്നെ സംസാരിച്ചു. യോഹന്നാൻ 20-17 താൻ ജീവിച്ചിരിപ്പുണ്ടെന്ന് തൻ്റെ സഹോദരന്മാരോട് പറയാൻ യേശു അവളെ പറഞ്ഞയച്ചു. മഗ്ദലന മറിയ അനുസരിച്ചു എന്ന് 18-ാം വാക്യം പറയുന്നു. കർത്താവ് ആദ്യമായി പ്രത്യക്ഷപ്പെട്ടത് മഗ്ദലന മറിയമിനാണെന്നും ശിഷ്യന്മാർ അവളുടെ കഥ വിശ്വസിച്ചില്ലെന്നും മർക്കോസ് സുവിശേഷം 16-9 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ കൂട്ടിച്ചേർക്കും. ഇതിനിടയിൽ കല്ല് ഉരുട്ടിക്കളഞ്ഞതായി മറ്റ് സ്ത്രീകൾ കണ്ടു. കല്ലറയിൽ പ്രവേശിച്ചു. വലതുവശത്ത് ഒരു ദൂതൻ ഇരിക്കുന്നത് കണ്ടു. ലൂക്കോസ് രേഖപ്പെടുത്തിയതുപോലെ 2 മാലാഖമാരുണ്ടെന്ന് അവർ പെട്ടെന്ന് മനസ്സിലാക്കി. മത്തായിയും മർക്കോസും അവരിൽ ഒരാളെ മാത്രം പരാമർശിക്കും. ഒരു പക്ഷേ സംസാരിക്കുന്ന ദൂതനെ കേന്ദ്രീകരിച്ചായിരിക്കാം അങ്ങനെ പറഞ്ഞത്. ദൂതൻ സ്ത്രീകളോട് പോയി ശിഷ്യന്മാരോടും പത്രോസിനോടും പറയാൻ പറയുന്നു. പത്രോസ് യേശുവിനെ തള്ളിപ്പറഞ്ഞതുകൊണ്ട് യേശുവിൻ്റെ ശിഷ്യരോടൊപ്പം നിൽക്കാതെ പത്രോസ് അകന്നു നിന്നു എന്ന് മനസ്സിലാക്കാം. മത്തായി 28-8 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ സ്ത്രീകൾ ശിഷ്യന്മാരെ കണ്ടെത്താൻ ഓടിയതായി പറയുന്നു. കല്ലറയിലേക്ക് പോകുന്ന പത്രോസിനെയും യോഹന്നാനെയും അവർ ജസ്റ്റ് മിസ് എന്ന് വേണമെങ്കിൽ പറയാം. ഈ സ്ത്രീകൾ നഗരത്തിലെ ശിഷ്യന്മാരെ കണ്ടെത്താനുള്ള യാത്രയ്ക്കിടെ പത്രോസും യോഹന്നാനും ശൂന്യമായ കല്ലറ കണ്ടു. മഗ്ദലന മറിയം യേശുവിനെ കണ്ടുമുട്ടി. മഗ്ദലന മറിയത്തിന് പ്രത്യക്ഷപ്പെട്ടതിനു ശേഷം നഗരത്തിലേക്ക് ഓടുന്ന സ്ത്രീകളെ യേശു സന്ദർശിച്ചു. അവർ തന്നെ ഗലീലയിൽ കാണുമെന്ന് സഹോദരന്മാരോട് പറയണമെന്ന സന്ദേശം സ്ത്രീകൾക്ക് നൽകി. ഒരുപക്ഷേ അവർക്ക് ഭയങ്കര ഭയവും ആരോടും സംസാരിക്കാൻ ഭയപ്പെട്ടിരുന്നതിനാലാകാം യേശു ഇങ്ങനെ വ്യക്തിപരമായി പ്രത്യക്ഷപ്പെട്ടത്. യേശു സ്ത്രീകളെ കണ്ടുമുട്ടിയ ശേഷം അവർ സന്തോഷത്തോടെ സന്ദേശം കൈമാറി. ലൂക്കോസ് 24-9 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ 11 പേരും ബാക്കിയുള്ളവരും ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്തെക്കുറിച്ച് ആത്യന്തികമായി കേട്ടത് മഗ്ദലന മറിയം ഉൾപ്പെടെയുള്ള എല്ലാ സ്ത്രീകളിൽ നിന്നുമാണെന്ന് പറയുന്നു. എന്നിട്ടും ശിഷ്യന്മാർ അവരെ വിശ്വസിച്ചില്ല. മത്തായി 28-11 മുതൽ 15 വരെയുള്ള വാക്യങ്ങളിൽ ആ ഉയർപ്പ് ദിനത്തിലെ മറ്റൊരു പ്രധാന സംഭവത്തെക്കുറിച്ച് നമ്മോട് പറയുന്നു. കാവൽക്കാർ സംഭവിച്ചത് മഹാപുരോഹിതന്മാരോട് പറഞ്ഞു. കാവൽക്കാർ ഉറങ്ങിക്കിടക്കുമ്പോൾ ശിഷ്യന്മാർ മൃതദേഹം മോഷ്ടിച്ചു എന്ന കഥ ശരിയായ സ്ഥലങ്ങളിൽ കൈക്കൂലിയുടെ സഹായത്തോടെ മഹാപുരോഹിതന്മാർ പ്രചരിപ്പിച്ചു. അങ്ങനെ ചെയ്തതിലൂടെ കല്ലറ ശരിക്കും ശൂന്യമാണെന്ന് അവർ സ്ഥിരീകരിച്ചു. മത്തായി 28 ശേഷിക്കുന്ന വാക്യങ്ങളിൽ വിവരിച്ചിരിക്കുന്ന സംഭവങ്ങൾ ആ ഉയർപ്പ് ദിനത്തിൽ നടന്നതല്ല. മത്തായി 28-16 വെളിപ്പെടുത്തുന്നത് 17-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന പ്രത്യക്ഷതയ്ക്ക് മുമ്പ് ശിഷ്യന്മാർ ഗലീലയിലേക്ക് അക്കാലത്ത് ഒരു ദിവസത്തെ യാത്രയ്ക്ക് കടന്നുപോയി എന്നാണ്. 11 പേർക്ക് പ്രത്യക്ഷപ്പെടുന്നതിന് മുമ്പ് യേശു വ്യക്തികൾക്ക് പ്രത്യക്ഷപ്പെട്ടു എന്ന് 2 വേദഭാഗങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ആദ്യത്തേത് ലൂക്കോസ് 24-13 മുതൽ 15 വരെയുള്ള വാക്യങ്ങളിലും രണ്ടാമത്തേത് വളരെ ചുരുക്കമായി മർക്കോസ് 16-12-13 വാക്യങ്ങളിലും രേഖപ്പെടുത്തിയിട്ടുണ്ട്. സ്ത്രീകളുടെ റിപ്പോർട്ടും ശൂന്യമായ കല്ലറയെക്കുറിച്ചുള്ള പത്രോസിൻ്റെയും യോഹന്നാൻ്റെയും വിവരണവും കേട്ട ശേഷം ക്ലെയോപ്പാവും കൂട്ടാളിയും എമ്മവൂസിലേക്കുള്ള വഴിയിലേക്ക് പുറപ്പെട്ടു. അവരുടെ യാത്രക്കിടയിൽ അവർ യേശുവിനെ കണ്ടുമുട്ടി. തൻ്റെ കഷ്ടപ്പാടുകൾ, മരണം, പുനരുത്ഥാനം എന്നിവയാൽ നിവൃത്തിയേറിയ പഴയ നിയമ തിരുവെഴുത്തുകൾ യേശു വിശദീകരിച്ചപ്പോൾ
കണ്ണ് തുറപ്പിക്കുന്ന ഒരു ബൈബിൾ പാഠം അവർക്ക് ലഭിച്ചു. തങ്ങൾ യേശുവിനോടൊപ്പം അപ്പം മുറിക്കുകയായിരുന്നുവെന്ന് ക്ലയോപ്പാവും കൂട്ടാളിയും കണ്ടെത്തിയപ്പോൾ അവർ മറ്റുള്ളവരെ അറിയിക്കാൻ നഗരത്തിലേക്ക് തിടുക്കത്തിൽ മടങ്ങി. അവിടെ എത്തിയപ്പോൾ കർത്താവിന് ശിമോൻ പത്രോസുമായി ഒരു വ്യക്തിപരമായ കൂടിക്കാഴ്ചയും ഉണ്ടായിരുന്നുവെന്ന് അവർ മനസ്സിലാക്കി. പത്രോസുമായുള്ള ആ കൂടിക്കാഴ്ച ലൂക്കോസ് 24:34 റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഉയർപ്പ് ദിനത്തിൻ്റെ വൈകുന്നേര സമയം ആയിരിക്കുന്നു. ലൂക്കോസ് 24:34 എമ്മവൂസിൽ നിന്നും വന്നവർ കർത്താവ് വാസ്തവമായി ഉയർത്തെഴുന്നേറ്റു ശിമോന് പ്രത്യക്ഷനായി എന്ന് കൂടിയിരുന്നു പറയുന്ന 11 കൂടെയുള്ളവരെയും കണ്ടു പറഞ്ഞു എന്ന് രേഖപ്പെടുത്തിയിരിക്കും. എന്നാൽ ഈ കൂട്ടത്തിൽ യേശു പ്രത്യക്ഷപ്പെട്ടപ്പോൾ തോമസ് അവിടെ ഉണ്ടായിരുന്നില്ല എന്ന് നമുക്കറിയാം. ചില കാരണങ്ങളാൽ തോമസ് പുറത്തു പോയിരിക്കാം, അല്ലെങ്കിൽ ആ സമയത്ത് അവരോടൊപ്പം ഇല്ലായിരുന്നു. യൂദാസ് മരിച്ചപ്പോൾ ശിഷ്യന്മാരുടെ സംഘത്തിൻ്റെ പൊതുവായ വിവരണമായി ഉപയോഗിച്ചിരുന്ന പദമാണ് 11. യോഹന്നാൻ 20:26 യേശു വീണ്ടും ശിഷ്യർക്ക് പ്രത്യക്ഷപ്പെടാൻ തോമസിന് 8 ദിവസം കൂടി കാത്തിരിക്കേണ്ടി വന്നു. ഗലീലയിലുള്ള യേശുവിൻ്റെ പ്രത്യക്ഷപ്പെടലുകൾ മർക്കോസിലും ലൂക്കോസിലും രേഖപ്പെടുത്തിയിട്ടില്ല. മത്തായി 28:16-17 യോഹന്നാൻ 21 വിവരിച്ചിരിക്കുന്നത്. മത്തായി 28:16 11 പേർ ഗലീലയിലേക്ക് പോയി സ്ത്രീകളുടെ സന്ദേശത്തിൽ വാഗ്ദത്തം ചെയ്തതുപോലെ യേശു പ്രത്യക്ഷപ്പെടുന്നതിനായി കാത്തിരുന്നു. യോഹന്നാൻ 21 പ്രകാരം പത്രോസും മറ്റ് 6 പേരും മീൻ പിടിക്കാൻ പോകാൻ തീരുമാനിച്ചു. ബോട്ടിൻ്റെ മറുവശത്ത് വല വീശാൻ യേശു അവരോട് നിർദ്ദേശിച്ചു. ശിഷ്യന്മാർ കരയിലെത്തിയപ്പോൾ യേശു തങ്ങൾക്ക് വേണ്ടി പ്രാതൽ പാകം ചെയ്യുന്നത് അവർ കണ്ടു. എൻ്റെ ആടുകളെ മേയിക്ക എന്ന പ്രസിദ്ധമായ സംഭാഷണം യേശു പത്രോസുമായി നടത്തുകയും ഭാവിയിലെ പത്രോസിൻ്റെ രക്തസാക്ഷിത്വത്തെക്കുറിച്ച് അവനോട് പറയുകയും ചെയ്തു. മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ ശേഷം യേശു തൻ്റെ ശിഷ്യന്മാർക്ക് 3-ാം പ്രാവശ്യം പ്രത്യക്ഷനായി എന്ന് യോഹന്നാൻ 21:14 പരാമർശിക്കുന്നു. ആദ്യ കൂടിക്കാഴ്ചയിൽ തോമസ് ഇല്ലായിരുന്നു. 2ാമത്തെ കൂടിക്കാഴ്ച തോമസ് ഉള്ളപ്പോഴായിരുന്നു. മത്തായി 28:16-17 വാക്യങ്ങളിലെ ഗലീലയിലെ നിയുക്ത മലയിൽ പ്രത്യക്ഷപ്പെട്ടത് തിബരിയാസ് കടൽ തീരത്തെ പ്രത്യക്ഷപ്പെടലിന് ശേഷമാണ്. ഈ വാക്യങ്ങൾ യഥാർത്ഥത്തിൽ അദ്ധ്യായത്തിൻ്റെ വിവരണത്തെ തികച്ചും യുക്തിസഹമായി എടുക്കുന്നു. കാരണം കുറച്ച് വാക്യങ്ങൾക്ക് മുമ്പ് യേശു സ്ത്രീകളോട് തൻ്റെ സഹോദരന്മാരോട് അവർ തന്നെ ഗലീലയിൽ വെച്ച് കാണുമെന്ന് പറയാൻ പറഞ്ഞിരുന്നു. കാണാതായ മൃതദേഹം വിശദീകരിക്കാൻ യഹൂദ നേതാക്കൾ തയ്യാറാക്കിയ കഥയെക്കുറിച്ചുള്ള വിവരണത്തിന് ശേഷം ഈ വിവരണം നമ്മെ ഗലീലയിലേക്ക് കൊണ്ടുപോകുന്നു. ഗലീലയിലെ മലയിൽ വെച്ച് നടന്ന ഈ കൂടിക്കാഴ്ചയിൽ യേശു ഒരേ സമയം 500-ലധികം ആളുകൾക്ക് പ്രത്യക്ഷപ്പെട്ടതായി പലരും മനസ്സിലാക്കുന്നു. ഈ സമയത്തിനുള്ളിൽ ക്രിസ്തുവിൻ്റെ വാഗ്ദത്തം ചെയ്ത പ്രത്യക്ഷതയെക്കുറിച്ചുള്ള വാക്ക് അവൻ്റെ അനേകം ശിഷ്യർക്കിടയിൽ വ്യാപിക്കുകയും അവർക്ക് എത്തിച്ചേരാൻ സമയം ലഭിച്ചു കാണുമായിരിക്കും. പർവ്വതത്തിൽ പ്രത്യക്ഷപ്പെട്ടതിന് ശേഷം യേശു തൻ്റെ അർദ്ധ സഹോദരനായ യാക്കോബിനെ കണ്ടുമുട്ടിയതായി 1 കൊരിന്ത്യർ 15:7 നിന്ന് നമ്മൾ പഠിക്കുന്നു. ഈ മീറ്റിംഗ് എവിടെയാണെന്ന് നമുക്ക് ഉറപ്പിക്കാൻ കഴിയില്ല, എങ്കിലും അത് ഗലീലയിലായിരിക്കുമെന്ന് മനസ്സിലാക്കാം. കാരണം അവിടെയാണ് യേശുവും യാക്കോബും വളർന്നത്. യോഹന്നാൻ സുവിശേഷം 7-ാം അധ്യായം 5-ാം വാക്യം അനുസരിച്ച് യേശുവിൻ്റെ ശിഷ്യന്മാർ ആരും അവനിൽ വിശ്വസിച്ചില്ല. പ്രത്യക്ഷത എവിടെ സംഭവിച്ചാലും യേശു യഥാർത്ഥത്തിൽ ദൈവപുത്രനാണെന്ന് തൻ്റെ അർദ്ധ സഹോദരൻ യാക്കോബ് വിശ്വസിക്കുവാൻ ഇടയായിത്തീരും. യാക്കോബിനൊപ്പമുള്ള യേശുവിൻ്റെ പ്രത്യക്ഷപ്പെടലിന് ശേഷം എല്ലാ അപ്പോസ്തലന്മാരും ക്രിസ്തുവിനെ ഒരിക്കൽ കൂടി കണ്ടു എന്ന് 1 കൊരിന്ത്യർ 15:7 വിശദീകരിക്കും. ഈ സംഭവം അപ്പോസ്തല പ്രവൃത്തികൾ 1-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. യേശു അപ്പോസ്തലന്മാരെ യെരുശലേമിനടുത്തുള്ള ഒലിവ് മലയുടെ കിഴക്കുഭാഗത്തുള്ള ബെഥനി വരെ നയിച്ചു. അവിടെ അവൻ സ്വർഗത്തിലേക്ക് കയറുന്നതിന് മുമ്പ് ശിഷ്യർക്ക് അന്തിമ നിർദ്ദേശങ്ങൾ നൽകി. യേശുവിൻ്റെ പുനരുത്ഥാനത്തിന് ശേഷമുള്ള പ്രത്യക്ഷതകളുടെ വിവരണങ്ങളിൽ അല്പം പോലും വൈരുദ്ധ്യങ്ങളില്ല. ഒരു നല്ല റിപ്പോർട്ടർ വിശ്വസനീയമായ ദൃക്സാക്ഷികളിൽ നിന്ന് ഒരു സംഭവത്തിൻ്റെ വിവരണങ്ങൾ ശേഖരിക്കുന്നത് പോലെ ദൈവവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന എല്ലാ ദൃക്സാക്ഷി വിവരണങ്ങളും നാം പരിശോധിക്കണം. തിരുവെഴുത്ത് വിശ്വസനീയമാകണമെങ്കിൽ അവയെല്ലാം സത്യമായിരിക്കണമെന്ന് വിശ്വാസത്താൽ തിരിച്ചറിയണം. എന്നിട്ട് അവ എങ്ങനെ ഒത്തുചേരുന്നു എന്ന് നോക്കണം. ഈ വിവരണങ്ങൾ മുഴുവൻ ലോക ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സത്യത്തെക്കുറിച്ച് നമ്മോട് പറയുന്നു. ദൈവപുത്രനായ യേശുക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു, വീണ്ടും ഉയർത്തെഴുന്നേറ്റു. നമ്മുടെ രക്ഷയ്ക്കും ദൈവത്തിൻ്റെ മഹത്വത്തിനും വേണ്ടി പാപത്തെയും മരണത്തെയും കീഴടക്കി. യേശുവിനെ നേരിൽ കാണാത്തവർ നമ്മളെപ്പോലെയുള്ളവർ അവനിൽ വിശ്വസിക്കുവാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു. ആ വിശ്വാസത്തിന്
നിത്യജീവൻ്റെ അവിശ്വസനീയമായ അനുഗ്രഹം വാഗ്ദാനം ചെയ്യപ്പെട്ടിരിക്കുന്നു.